let's start. Okay. Like I already said, operational amplifier ന്റെ പേര് തന്നെ വരാൻ കാരണം അത് it can perform basic operation like addition, subtraction, integration, differentiation, logarithm, anti-logarithm, like almost all the basic operation can be performed by operation amplifier. That's why it is known as operation amplifier. So operation amplifier can be also used as a differentiator and integrator. Today's class we can discuss more about this integrator, differentiator, and also filter circuit. Okay, so op-amp as differentiator. Okay, നമുക്കറിയാം ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജിൻ്റെ ഡിഫറൻഷ്യൽ ഫോമിലായിരിക്കണം. ഓക്കെ, സോ ലെറ്റ് മൈ സർക്യൂട്ട് ഈസ് ആൻ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ സെറ്റപ്പ്. This is my output voltage and this is my feedback resistor, this is my capacitor, and I am applying V in here, input voltage here. Okay, so consider this point is VA, that this point is VA. Okay, എങ്ങനെയാണ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ഫോമിൽ ആവുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലെറ്റ് മൈ assume that KCL at node A, apply KCL at node A. Node A apply ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് കിട്ടും? സോ VA minus Vin divided by this resistance ആണ് ഇതിലൂടെയുള്ള കറണ്ട്. ബട്ട് നമുക്കറിയാം കപ്പാസിറ്ററിലൂടെയുള്ള കറണ്ട്, what is the capacitor? The current through the capacitor IC is equal to dV by dt. C dV by dt is proportional to dV by dt, and IC is equal to capacitance into dV by dt. This is the equation. So this current, ആ കറണ്ട് എങ്ങനെ കാണാൻ പറ്റും? ഈ കറണ്ട് പ്ലസ് ദിസ് കറണ്ട്, the algebraic sum of current meeting at a junction is 0 എന്നാണ് KCL പറയുന്നത്. അപ്പോൾ ഈ കറണ്ട് എങ്ങനെ കാണാൻ പറ്റും? So C d by dt of VA minus V, this current plus this current, that is VA minus V0 or Vout divided by R equal to 0 if we apply KCL at this node, because this is the current capacitor current in the equation ആണ് ഇത്. C d by dt of V എന്ന് പറയുന്ന potential difference across this capacitor. So also we know that the virtual ground concept, apply virtual ground concept. So VA is 0. The voltage in and V. So from that we will get C d by dt of V in is equal to V0 by R. From that easily we can know that V0 is equal to RC. There is a minus sign here. Because this is 0. Minus RC d by dt of V. So from that easily we can know that the output voltage is proportional to d by dt of V. So the output voltage is proportional where minus RC is a constant. It's a time constant. RC എന്ന് പറയുന്ന ടൈം കോൺസ്റ്റന്റ് ആണ്. സോ മൈനസ് ആർ സി നമ്മൾ ഇതായിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, റെസിസ്റ്റന്റ് കപ്പാസിറ്റർ വാല്യൂ കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് പ്രൊപ്പോർഷണൽ ടു ഡി ബൈ ഡി ടി ഓഫ് വി. ഡി ബൈ ഡി ടി ഓഫ് വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറൻഷ്യൽ ഫോമാണ്, ഇൻപുട്ട് വോൾട്ടേജിന്റെ ഡിഫറൻഷ്യൽ ഫോമാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഒരു മെയിനായിട്ട് ചോദിക്കുന്നത് ഡിഫറൻഷ്യൽ സർക്യൂട്ടിലോ ഡിഫറൻഷ്യൽ ഓപ്പറേഷൻ ആംപ്ലിഫയറിൽ
നമ്മൾ ഇൻപുട്ട് സ്ക്വയർ വേവ് ആണെങ്കിൽ എന്തായിരിക്കും ഔട്ട്പുട്ട് എന്നാണ്. ഓക്കെ, ഇഫ് ഐ ആം ഗീവിങ് ഇൻപുട്ട് as square wave, output is in the form of spikes. If I give sinusoidal wave, you will get cosinusoidal wave. Okay, എങ്ങനെയാണ് ഇൻപുട്ട് സ്ക്വയർ വേവ് ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് സ്പൈക്സ് ആവുന്നത്? ആക്ച്വലി ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു ഹൈ പാസ് ഫിൽറ്ററാണ്. ഓക്കെ, ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഈ സർക്യൂട്ട് ഈക്വലൻ്റ് ആണ് ഒരു പാസീവ് ഡിഫറൻഷ്യേറ്റർ. ഹൈ പാസ് ഫിൽറ്റർ ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു ഹൈ പാസ് ഫിൽറ്റർ. നമ്മൾ ഫിൽറ്റർ സർക്യൂട്ട് നോക്കും എന്താണെന്ന്. ഒരു പാസീവ് ഡിഫറൻഷ്യൽ സർക്യൂട്ട് എങ്ങനെ വരയ്ക്കാൻ പറ്റും? ഇതിപ്പോൾ ഒരു ആക്റ്റീവ് ഡിഫറൻഷ്യൽ സർക്യൂട്ടാണ്. ഓപ്പറേഷൻ ആംപ്ലിഫയർ ഉള്ള സർക്യൂട്ടൊക്കെ നമ്മളൊരു ആക്റ്റീവ് സർക്യൂട്ടാണ്, കാരണം ഇതൊരു ആംപ്ലിഫിക്കേഷൻ കൂടെ ഉണ്ട്. ഇതിൻ്റെ ഈക്വലൻറ്റ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ടിൻ്റെ ഒരു ഈക്വലൻറ്റ് സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഒരു റെസിസ്റ്ററും കപ്പാസിറ്ററും വെച്ചിട്ട് മാത്രം ഒരു ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ദിസ് ഈസ് സി, ദിസ് ഈസ് ആർ. വി ആർ ടേക്കൺ ഔട്ട്പുട്ട് അക്രോസ് ദിസ് ആർ ആൻഡ് ഇൻപുട്ട് വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ഹിയർ. അപ്പോൾ ഒരു സ്ക്വയർ വേവ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്ക്വയർ വേവ് ആണ് കൊടുക്കുന്നത്, ഇൻപുട്ടിൽ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ഇൻപുട്ടിൽ സ്ക്വയർ വേവ് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ സ്പൈക്സ് കിട്ടുമെന്നാണ് പറയുന്നത്. സ്പൈക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ സിഗ്നലാണ് സ്പൈക്സ് എന്ന് പറയുന്നത്. സ്പൈക്സ്, ദിസ് ഈസ് മൈ സ്ക്വയർ വേവ്. എങ്ങനെ കിട്ടുന്നത്? നമുക്കറിയാം, ഇവിടെ എന്ന് പറയുന്നത് ഞാനൊരു സിഗ്നൽ ഫോമിൽ വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ചെയ്യുന്ന ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് whenever there is a rate of change it will conduct, capacitor will be conduct. നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായോ? എന്താണ് കപ്പാസിറ്റർ ചെയ്യുന്നത്? കപ്പാസിറ്ററിലൂടെയുള്ള കറണ്ട് ഐ സി എന്ന് പറയുന്നത് സി ഡി ബൈ ഡി ടി ഓഫ് വി ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഐ സി ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി ബൈ ഡി ടി ഓഫ് വി ആണ്, ഓർ ഇൻപുട്ട് വോൾട്ടേജ് ആണ്, ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് ആണ്. അപ്പം കപ്പാസിറ്ററിലൂടെയുള്ള കറണ്ട് എപ്പോഴാണ് കൂടുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് കൂടുമ്പം അതിലൂടെ കറണ്ട് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഒരു സഡൻ റേറ്റ് ഓഫ് ചേഞ്ചിന് കപ്പാസിറ്റർ കപ്പിൾ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഈ എ സി കറണ്ടിനെ, ഹൈ ഫ്രീക്വൻസി എ സി കറണ്ടിനെ കപ്പാസിറ്റർ കപ്പിൾ ചെയ്യുമെന്ന് പറയും. കപ്പിൾ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഓൾമോസ്റ്റ് ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. വെൻ എ വെരി ഹൈ ഫ്രീക്വൻസി സിഗ്നൽ കെയിംസ്, കപ്പാസിറ്റർ ആക്ട്സ് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. അപ്പോൾ ക്ലോസ്ഡ് സ്വിച്ച് ആയി കഴിയുമ്പോൾ എന്താണ് നമുക്ക് ഈ ഇൻസ്റ്റൻറ്റിൽ, അറ്റ് ദിസ് ഇൻസ്റ്റൻറ്റ് ദ ഔട്ട്പുട്ട് വിൽ ബി ദ മാക്സിമം. ഇവിടുത്തെ ആ മാക്സിമം വോൾട്ടേജ് തന്നെ അപ്രോക്സിമേറ്റ്ലി നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും ആ സമയത്ത്. അത് കഴിയുമ്പോൾ എന്താണ് ഒരു സിഗ്നൽ വരുന്നത്? അത് കഴിയുമ്പോൾ ഒരു ഡി സി സിഗ്നലാണ് വരുന്നത്. ക്യാൻ സീ ദാറ്റ് ദിസ് ഇസ് എ ഡി സി ലൈക്ക് സിഗ്നൽ. ഇൻ എ സ്ക്വയർ വേവ് യു ക്യാൻ സീ ദാറ്റ് ദിസ് ഇസ് എ ഡി സി ടൈപ്പ് സിഗ്നൽ. അപ്പോൾ ഡി സി ടൈപ്പ് സിഗ്നൽ ആകുമ്പോൾ എന്താണ് സംഭവിക്കുക? ഡി സി ടൈപ്പ് സിഗ്നൽ ആകുമ്പോൾ കപ്പാസിറ്റർ ഓൾമോസ്റ്റ് ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. അപ്പോൾ സഡൻലി ഔട്ട്പുട്ട് വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യും, കാരണം ഡി സിനെ അത് ബ്ലോക്ക് ചെയ്യും. ഡി സിനെ ബ്ലോക്ക് ചെയ്യുന്ന കാരണം സഡൻലി ഔട്ട്പുട്ട് വോൾട്ടേജ് ഡ്രോപ്പ് ആയിട്ട് ഇവിടെ ഇത്രയും ഭാഗത്ത് ഡി സി ആയിട്ടാണ് ആക്ട് ചെയ്യുക. സോ ഡി സിയിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആയിരിക്കും. ദെൻ സഡൻലി ഇവിടെ ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ഉണ്ട്. സോ സഡൻലി ദർ വിൽ ബി ആൻ ഔട്ട്പുട്ട് വോൾട്ടേജ്. ആ റേറ്റ് ഓഫ് ചേഞ്ചിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് സഡനായിട്ട് സ്പൈക്ക് ചെയ്യും. സോ വെനെവർ ദർ ഈസ് ആൻ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് സ്ക്വയർ വേവ്, ദ ഔട്ട്പുട്ട് ഓഫ് എ ഡിഫറൻഷ്യേറ്റർ ഈസ് എ സ്പൈക്സ്. ബിക്കോസ് റേറ്റ് ഓഫ് ചേഞ്ചിന് കപ്പാസിറ്റർ അലോ ചെയ്യുന്ന പ്രോപ്പർട്ടി മൂലമാണ് നമുക്ക് സ്പൈക്സ് കിട്ടുന്നത്. ഓക്കെ, സോ എപ്പോൾ മറ്റ് സ്ക്വയർ വേവ് കൊടുക്കുന്നു അപ്പോൾ നമുക്ക് സ്പൈക്സ് കിട്ടും. ഇനി സൈനസോയിഡൽ വേവ് ആണെങ്കിൽ കപ്പാസിറ്ററിന് ഒരു ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും, ഒരു 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും. ആ 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൊണ്ടാണ് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു 90 ഡിഗ്രിയിൽ ഫേസ് ഷിഫ്റ്റ് വരുന്നത്. നമ്മൾ ഈ കപ്പാസിറ്ററിൻ്റെ റെസിസ്റ്ററിൻ്റെ പ്രോപ്പർട്ടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും നെക്സ്റ്റ് ക്ലാസ്സുകളിൽ. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വരാം. ഈ 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് എങ്ങനെയാണ്, ഈ ഫേസ് ലാഗ് അല്ലെങ്കിൽ ഫേസ് ലീഡ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്, കറണ്ടിന് വോൾട്ടേജിനെ സംബന്ധിച്ച് ഉണ്ടാകുന്നത് കപ്പാസിറ്ററിലൂടെ പോകുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, ഇങ്ങനെയാണ് ഒരു സ്ക്വയർ വേവ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പൈക്സ് കിട്ടുന്നത്. പിന്നെ കപ്പാസിറ്ററിലൂടെ കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ വിൽ ബി എ ഫേസ് ഷിഫ്റ്റ്. ആ ഫേസ് ഷിഫ്റ്റ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് സൈനസോയിഡൽ വേവ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊസൈനസോയിഡൽ വേവ് കിട്ടുന്നത്. ഓക്കെ,
So the output is in the form of output voltage is in the form of differential form, and it is also known as a high pass filter. അപ്പോൾ ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇപ്പം ഞാനൊരു ഹൈ ഫ്രീക്വൻസി സിഗ്നലാണ് കൊടുക്കുന്നത്. ഹൈ ഫ്രീക്വൻസി ഇതാണെങ്കിൽ ഇറ്റ് ഓൾമോസ്റ്റ് ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടാണ് കപ്പാസിറ്റർ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇൻപുട്ട് വോൾട്ടേജ്, അത് തന്നെ എൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടും. സോ ഹൈ ആയിട്ട് വരുന്ന ഫ്രീക്വൻസിനെ അത് കപ്പിൾ ചെയ്ത് അതുപോലെ തന്നെ ഔട്ട്പുട്ടിൽ കിട്ടും ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ ലോ ഫ്രീക്വൻസി വരുമ്പോൾ ഇത് കപ്പാസിറ്ററിലൂടെയുള്ള കറണ്ട് വളരെയേറെ കുറയും. കപ്പാസിറ്ററിലൂടെയുള്ള കറണ്ട് വളരെയേറെ കുറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് അതിനനുസരിച്ച് കുറയും. ഒരു ഡി സി വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ആക്ട് ആസ് എൻ ഓപ്പൺ സർക്യൂട്ട്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് 0. അപ്പോൾ ഹൈ ഫ്രീക്വൻസിനെ മാത്രം കടത്തി വിടുന്ന ഒരു സർക്യൂട്ടിനെ നമുക്ക് ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ടായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഹോപ്പ് യു ക്ലിയർ ദിസ് ഐഡിയ, ഡിഫറൻഷ്യേറ്റർ ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഈസിലി ഇൻ്റഗ്രേറ്റർ എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഓപ്പ് ആംപ് ആസ് ഇൻ്റഗ്രേറ്റർ. അപ്പോൾ ഇൻ്റഗ്രേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ടിൽ ഇൻപുട്ടിലായിരുന്നു കപ്പാസിറ്റർ വെച്ചത്. ഇതിൽ നേരെ തിരിച്ചാണ്, ഫീഡ്ബാക്ക് ആയിട്ടാണ് കപ്പാസിറ്റർ വയ്ക്കുക. സോ ഇൻപുട്ടിൽ റെസിസ്റ്റർ ആണ് വരിക, ഫീഡ്ബാക്ക് ആയിട്ടാണ് കപ്പാസിറ്റർ വരിക. ദിസ് ഈസ് മൈ വി ഇൻ, ദിസ് ഈസ് മൈ ആർ, മൈ സി, ആൻഡ് ദിസ് ഈസ് മൈ വി ഔട്ട്, and this is my node A. Like the previous problem, apply KCL at node VA. What will you get? VA minus V in divided by R plus C d by dt of VA minus V out equal to 0. This is the equation when we apply KCL at this point, and we know that VA is 0, virtual ground concept, VG concept. So if you apply VG concept, what will be the minus V in divided by R is equal to C d by dt of V out. This is the equation. So d by dt of V out is equal to minus 1 by RC into V. Okay, this is the equation, and I just integrate both sides. My answer will be this. Integration and differentiation will cancel, so just V out is equal to integral of minus 1 by RC. So minus 1 by RC is a constant, so we can be taken outside. Integral V in dt. Okay. Minus infinity to infinity or 0 to t. Anything you can apply as upper limit and lower limit. So this is, so output voltage is V out is proportional to where minus 1 by RC is a constant, integral V in dt. So output voltage is an integral form of input voltage. Okay. Here if I apply input output a square wave, what will be my output? Consider I'm applying square wave like this, my output. Okay, this circuit is almost equivalent to, as I already said, differentiator or a high pass filter ആണ്. So integrator should be a low pass filter. A low pass filter. Okay, ഒരു ഇത് ഞാൻ പറഞ്ഞു ആക്റ്റീവ് ഇൻ്റഗ്രേറ്റർ ആണ് അല്ലെങ്കിൽ ആക്റ്റീവ് ലോ പാസ് ഫിൽറ്റർ ആണ്. അപ്പം എന്താണ് ഒരു പാസീവ് ലോ പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഒരു പാസീവ് ലോ പാസ് ഫിൽട്ടർ അല്ലെങ്കിൽ ഒരു പാസീവ് ഇൻ്റഗ്രേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസിസ്റ്ററും കപ്പാസിറ്ററും മാത്രമുള്ള സർക്യൂട്ടാണ്. സോ ദിസ് വിൽ ബി മൈ എ passive integrated circuit. So output is taken across the capacitor. Instead of differentiator നമ്മൾ എന്തായിരുന്നു ഔട്ട്പുട്ട് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടായിരുന്നു എടുത്തത്, കപ്പാസിറ്റർ സീരീസ് ആയിരുന്നു. ഓക്കെ, കൺസിഡർ ദിസ് ഈസ് മൈ വി ഇൻ ആൻഡ് ദിസ് ഈസ് മൈ വി ഔട്ട്. സോ ദ ഔട്ട്പുട്ട് വോൾട്ടേജ്, ഹൗ ഐ ഗോട്ട് മൈ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതിലൂടെയുള്ള കറണ്ട് ഐ ഇൻറ്റു ഇതിൻ്റെ റെസിസ്റ്റൻസ് ആണ് അല്ലേ, where X is the reactance of the capacitor, reactance or the resistance offered by the capacitor. Okay, അല്ലേ, ഇതിലൂടെയുള്ള കറണ്ട് ഇൻറ്റു എക്സ് സി ആണ്. ഓക്കെ, നമുക്കറിയാം ഒരു ഞാൻ ആദ്യം പറഞ്ഞ ഒരു സ്ക്വയർ വേവ് ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. സ്ക്വയർ വേവ് ആണ് എൻ്റെ ഇൻപുട്ടിൽ കൊടുക്കുക എന്ന് വിചാരിക്കുക. സോ മൈ ഔട്ട്പുട്ട് വിൽ ബി, അപ്പം ഇങ്ങനെ ഒരു സ്ക്വയർ വേവ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനീഷ്യലി കപ്പാസിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചേഞ്ചിൽ കപ്പാസിറ്റർ സഡൻലി ഔട്ട്പുട്ട് വോൾട്ടേജ് ചെയ്യും. അതിനുശേഷം എൻ്റെ ഇൻപുട്ട് വോൾട്ടേജ്, ഇങ്ങനെ ഒരു ഇൻപുട്ട് വോൾട്ടേജ് ഡി സി വോൾട്ടേജ് കൊടുത്താൽ കപ്പാസിറ്റർ എന്ത് ചെയ്യാൻ തുടങ്ങും, കപ്പാസിറ്റർ വിൽ ബി ചാർജ്ഡ് അപ് ടു സി. ഇപ്പം ഞാനൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡി സി വോൾട്ടേജ് ആണ് കൊടുക്കുന്നതെങ്കിൽ, ഇങ്ങനെ ഒരു ഡി സി വോൾട്ടേജ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഇനീഷ്യലി എൻ്റെ കപ്പാസിറ്റർ വോൾട്ടേജ് 0 വോൾട്ടേജ് ആയിരുന്നു എന്ന് വിചാരിക്കുക. കപ്പാസിറ്റർ വിൽ ബി ചാർജ് ചെയ്യാൻ നോക്കും, എങ്ങോട്ടേക്ക്, ഈ ഡി സി വാല്യൂയിലേക്ക് ചാർജ് ചെയ്യാൻ നോക്കും. ഓക്കെ, സോ മൈ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇനീഷ്യലി കപ്പാസിറ്റർ ചാർജ് ചെയ്തതിൻ്റെ മാക്സിമത്തിലേക്ക് എത്താൻ നോക്കും. സോ ഈ പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ സഡൻലി ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ സഡൻ ചേഞ്ചിനൊന്നും ഇവിടെ നമുക്ക് ഒരു ഡി സി വോൾട്ടേജ് ആണുള്ളത്. ദെൻ ഇനീഷ്യലി പെട്ടെന്നൊരു 0 വോൾട്ടേജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷേ ഇതിനകത്ത് ഓൾറെഡി ഈ വോൾട്ടേജ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇത്രയും വോൾട്ടേജ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അത് സഡൻലി ആണ് ഡിസ്ചാർജ് ചെയ്യുള്ളൂ. സോ ഇറ്റ് വിൽ ബി സഡൻലി ഡിസ്ചാർജ് ഇൻ ടു 0. അപ്പോൾ 0 വരുമ്പോഴേക്കും നെക്സ്റ്റ് 0, ഇത് 0 വോൾട്ടേജ്, ഒരു +5 വോൾട്ടേജ് എന്ന് എടുക്കുക. അപ്പോൾ +5 വോൾട്ടേജ് വരെ ചാർജ് ചെയ്യാൻ നോക്കും. +5 വോൾട്ടേജ് കഴിയുമ്പോൾ സഡൻലി ഇത് 0 വോൾട്ടേജിലേക്ക് പോയി. ബട്ട് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു 5 വോൾട്ടേജ് ഉണ്ടാവും, ഡ്യൂ ടു ദ കപ്പാസിറ്റൻസ് എഫക്ട്. കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു എനർജി സ്റ്റോർ ചെയ്യാനുള്ള ഡിവൈസ് ആണ്. അപ്പോൾ സഡൻലി ഇറ്റ് ഡ്രോപ്സ് ടു 0യിലേക്ക് പോകില്ല. കപ്പാസിറ്റർ സ്ലോലി ഡിസ്ചാർജ് ചെയ്യും, ഡിപ്പെൻഡിങ് അപ്പോൺ ദി RC ടൈം കോൺസ്റ്റന്റ് ഓഫ് ദ കപ്പാസിറ്റർ. RC വാല്യൂവിൻ്റെ അനുസരിച്ച് അത് പതുക്കെ ഡിസ്ചാർജ് ചെയ്ത് 0യിലേക്ക് എത്തും. 0യിലേക്ക് എത്തുമ്പോൾ നെക്സ്റ്റ് വരും. ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. സോ whenever I give a square wave as ഇൻപുട്ടിൽ സ്ക്വയർ വേവ് കൊടുക്കുമ്പം ഔട്ട്പുട്ടിൽ എനിക്ക് ട്രയാങ്കുലർ വേവ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഒരു ലോ പാസ് ഫിൽറ്ററിൽ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്ററിൽ ഞാൻ സ്ക്വയർ വേവ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രയാങ്കുലർ വേവ് ആയിരിക്കും എനിക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഓക്കെ, ആൻഡ് സൈനസോയിഡൽ സിഗ്നൽ ആണെങ്കിൽ ലൈക്ക് ദാറ്റ് വി ക്യാൻ ഗെറ്റ് എ കൊസൈനസോയിഡൽ സിഗ്നൽ, മൈനസ് കൊസൈനസോയിഡൽ സിഗ്നൽ ആയിരിക്കും കിട്ടുന്നത്. കാരണം ഒരു 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും സൈനസോയിഡൽ സിഗ്നൽ ആണെങ്കിൽ. അത് കപ്പാസിറ്ററിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഒരു ഫേസ് ലാഗ് അല്ലെങ്കിൽ ഫേസ് ലീഡ് ഉണ്ടാക്കുന്നത് കറണ്ടും വോൾട്ടേജും തമ്മിലൊരു ഫേസ് ലീഡ് ആൻഡ് ഫേസ് ലാഗ് ഉണ്ട്. അത് മൂലമാണ് നമുക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ whenever I am giving a square wave as input of the integrator, I will get a triangular wave as the output. Okay, so it is also act as a low pass filter. എങ്ങനെയാണ് ലോ പാസ് ഫിൽറ്റർ ആയിട്ട് ആക്ട് ചെയ്യുക? ലോ പാസ് ഫിൽറ്റർ ആയിട്ട് ആക്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാനൊരു ഹൈ ഫ്രീക്വൻസിയാണ് ഇവിടെ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ഒരു ഹൈ ഫ്രീക്വൻസിയാണ് കൊടുക്കുന്നതെങ്കിൽ എന്താണ് ഇവിടെ വരുന്നൊരു ഹൈ ഫ്രീക്വൻസിയാണ്. കപ്പാസിറ്റർ വിൽ ബി കപ്പിൾഡ് ഔട്ട് ദ ഹൈ ഫ്രീക്വൻസി സിഗ്നൽ. ആൻഡ് ഹൈ ഫ്രീക്വൻസിയിൽ കപ്പാസിറ്റർ ഓൾമോസ്റ്റ് ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി 0 ബിക്കോസ് ദ എക്സി എന്ന് പറഞ്ഞ റിയാക്റ്റൻസ് ഓഫേർഡ് ബൈ ദ കപ്പാസിറ്റർ വിൽ ബി 0. റിയാക്റ്റൻസ് ഓഫേർഡ് ബൈ ദ കപ്പാസിറ്റർ 0 ആകുമ്പോൾ അതിന് ക്രോസ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് ഓൾമോസ്റ്റ് 0 ആയിരിക്കും. കാരണം ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് I ഇൻറ്റു എക്സി ആണ്, വേർ എക്സി ഈസ് ഓൾമോസ്റ്റ് 0. എക്സി 0 ആയി കഴിയുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആവും. അപ്പോൾ ഒരു ഹൈ ഫ്രീക്വൻസി, വളരെ വലിയൊരു ഫ്രീക്വൻസി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റർ വിൽ ബി കപ്പിൾഡ് ഔട്ട്. ഇറ്റ് വിൽ ബി ഓൾമോസ്റ്റ് ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. സോ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി ഓൾമോസ്റ്റ് 0.
സോ ഹൈ ഫ്രീക്വൻസിനെയൊക്കെ ഇത് കപ്പിൾ ചെയ്ത് കളയും ഓർ ഔട്ട്പുട്ട് വോൾട്ടേജ് 0. ഇനി whenever there is a low frequency came, what will happen? The Xc will be very much higher. So I into Xc will be very much higher. So there will be an output voltage. അപ്പോൾ വളരെ ലോ ഫ്രീക്വൻസി ആണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് മാക്സിമം ആയിരിക്കും, വളരെ ഹൈ ഫ്രീക്വൻസി ആണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് മിനിമം ആയിരിക്കും. സോ ഇറ്റ് ഈസ് നോൺ ആസ് എ ലോ പാസ് ഫിൽട്ടർ. ആ ലോ ഫ്രീക്വൻസിയിൽ കടത്തിവിടും, അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ടാവും. ഹൈ ഫ്രീക്വൻസി ആകുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് അപ്രോക്സിമേറ്റ്ലി 0 ആയി പോകുന്ന സർക്യൂട്ടിനെയാണ് നമ്മൾ ലോ പാസ് ഫിൽട്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഐഡിയ ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. സോ ഈ ഐഡിയ ക്ലിയർ ആയെങ്കിൽ നമുക്ക് ഈ കപ്പാസിറ്ററൊക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ സിമിലർ ടു ദാറ്റ് വി ക്യാൻ ഓൾസോ ഡിസ്കസ് അബൌട്ട് ദി ഫിൽട്ടർ സർക്യൂട്ട്. സെയിം ആണ് ഈ ഫിൽട്ടർ സർക്യൂട്ട് എന്ന് പറയുന്നത്. സോ op amp as ഫിൽട്ടർ ആയിട്ട് ഉപയോഗിക്കാം. ബിഫോർ ദാറ്റ് എന്തൊക്കെ ടൈപ്പ് ഫിൽറ്റർ ആണുള്ളത്? നമ്മളിപ്പം പറഞ്ഞ 2 ടൈപ്പ് ഫിൽറ്റർ എന്ന് പറയുന്നത് ഒന്ന് ലോ പാസ് ഫിൽറ്റർ ആണ്. ലോ പാസ് ഫിൽറ്റർ, ഇറ്റ് ഈസ് നോൺ ആസ് LPF. In almost all the communication device we will use this low pass filter, because നോയിസിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഹൈ ഫ്രീക്വൻസി ആയിട്ടാണ്. ആ ഹൈ ഫ്രീക്വൻസിനെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും വലിയൊരു മേജർ ആയിട്ടുള്ള പ്രോബ്ലമാണ് നോയിസ് എന്ന് പറയുന്നത്. ആ നോയിസിനെ എലിമിനേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഒരു ലോ പാസ് ഫിൽറ്റർ വെച്ചിട്ട് കട്ട് ചെയ്ത് കളയും ഹൈ ഫ്രീക്വൻസി കോമ്പണൻസിനെ. ഓൺലി ദ ഡിസൈഡ് ലോ ഫ്രീക്വൻസി കോമ്പണൻസ്, ദറ്റ് ഈസ് അവർ ഇൻഫർമേഷൻ വിൽ ബി റിട്രീവ്ഡ് ഇൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അപ്പോൾ ഓൾമോസ്റ്റ് ഓൾ ദ റിസീവറിൽ ലോ പാസ് ഫിൽറ്റർ കാണും. നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പഠിക്കുമ്പോൾ ഓൾമോസ്റ്റ് ഓൾ ദി സർക്യൂട്ടിൽ ഒരു LPF ഉണ്ടാവും. ഓക്കെ, ദെൻ വി ക്യാൻ ഹാവ് ഹൈ പാസ് ഫിൽറ്റർ. ഹൈ ഫ്രീക്വൻസിനെ മാത്രം കടത്തി വിടാനുള്ള സർക്യൂട്ടാണ് ഹൈ പാസ് ഫിൽറ്റർ. അത് ഹൈ ഫ്രീക്വൻസിനെ മാത്രമാണ് കടത്തി വിടുക. കമ്പയർഡ് ടു ലോ പാസ് ഫിൽറ്റർ, ഹൈ പാസ് ഫിൽറ്ററിന് അത്രമാത്രം ഒരു ആപ്ലിക്കേഷൻ ഇല്ല കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, then we can have band pass filter. That is a very important filter. Band pass filter, ഒരു പർട്ടിക്കുലർ ബാൻഡിനെ മാത്രം, ഫ്രീക്വൻസി ബാൻഡിനെ മാത്രം, ഇറ്റ് ഈസ് നോൺ ആസ് BPF. ഒരു പർട്ടിക്കുലർ ബാൻഡിനെ മാത്രം കടത്തി വിടുന്ന സർക്യൂട്ടിനെയാണ് ബാൻഡ് പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വി ക്യാൻ ഹാവ്, ഈ ബാൻഡ് പാസ് ഫിൽറ്ററൊക്കെയാണ് നമ്മുടെ റേഡിയോയിലൊക്കെ ഉപയോഗിക്കുക. റേഡിയോയിലൊക്കെ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിനെ മാത്രം ട്യൂൺ ചെയ്യാനായിട്ട്, ഇപ്പം റേഡിയോയുടെ ട്യൂണിങ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഒരു ബാൻഡ് പാസ് ഫിൽറ്റർ ആയിരിക്കും. ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിനെ മാത്രം ട്യൂൺ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബാൻഡ് പാസ് ഫിൽറ്റർ ഉപയോഗിക്കുക. ദെൻ വി ക്യാൻ ഓൾസോ ഹാവ് ബാൻഡ് റിജക്റ്റ് ഫിൽറ്റർ or band stop filter, band reject filter or band stop filter. സ്റ്റോപ്പ് ഫിൽറ്റർ ഒരു പർട്ടിക്കുലർ ബാൻഡിനെ സ്റ്റോപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ബാൻഡിനെ മാത്രം സ്റ്റോപ്പ് ചെയ്ത് കളയാൻ, റിജക്റ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിഗ്നലിനെയാണ് നമ്മൾ ബാൻഡ് റിജക്റ്റ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ കോമൺലി യൂസ്ഡ് ഫിൽറ്റേഴ്സ്. And we can discuss more about the low pass filter, high pass filter and band pass filter. And in low pass filter I already mentioned that it's almost acts as a integrator circuit. Okay, low pass filter is an integrator circuit. അപ്പോൾ low pass filter രണ്ട് രീതിയിൽ കൺസിസ്റ്റ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ നമുക്ക് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ട് കൺസിസ്റ്റ് ചെയ്യാം, നോൺ ഇൻവേർട്ടിംഗ് LPF. അപ്പോൾ നോൺ ഇൻവേർട്ടിംഗ് LPF ആകുമ്പോൾ എൻ്റെ സിഗ്നൽ കൊടുക്കുന്നത് ഓപ്പറേഷൻ ആംപ്ലിഫയർ ജസ്റ്റ് ഒരു ആംപ്ലിഫയർ ആയിട്ടാണ് വർക്ക് ചെയ്യുക. ദിസ് ഇസ് നെഗറ്റീവ്, ദിസ് ഇസ് പോസിറ്റീവ്. സോ ഐ ആം അപ്ലൈയിങ് ദിസ് സിഗ്നൽ ഇൻ ദിസ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ. This is my R, this is my C, and here I am applying V in. This is my RF and this is my R1. Okay, this is my output voltage. So simply this is my low pass filter circuit. So this is simply a
low pass filter, a passive low pass filter plus an amplifier is a non-inverting amplifier. Okay, ഇത്രയും ഒരു ലോ പാസ് ഫിൽറ്റർ ആണ്. അത് നമ്മൾ കണ്ടു എങ്ങനെയാണ് ലോ പാസ് ഫിൽറ്റർ ആവുന്നത്. ലോ പാസ് ഫിൽറ്റർ. ഓക്കെ ഓക്കെ ഇനിയുള്ളത് ഒരു ഇൻവെർട്ടിംഗ് LPF ആണ്. ഇൻവെർട്ടിംഗ് ടെർമിനലിൽ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ LPF. ഇപ്പോൾ ഇൻവെർട്ടിംഗ് ടെർമിനലായിരിക്കും എൻ്റെ സിഗ്നൽ അപ്ലൈ ചെയ്യുന്നത്. നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ എന്ന് പറയുന്നത് ഗ്രൗണ്ടഡ് ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് മൈ റെസിസ്റ്റർ R1. R V in, V out. Okay. So initially ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ സർക്യൂട്ട് നോക്കാം. ഇപ്പോൾ നോൺ ഇൻവെർട്ടിംഗ് ലോ പാസ് ഫിൽറ്റർ നോക്കാം. നോൺ ഇൻവെർട്ടിംഗ് ലോ പാസ് ഫിൽറ്റർ നമ്മൾ നോക്കി കഴിയുമ്പം ഇതെന്ന് പറയുന്ന ഒരു ലോ പാസ് ഫിൽറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് നമുക്കറിയാം. എങ്ങനെയാണ് ഇതൊരു ലോ പാസ് ഫിൽറ്റർ? ഇത് പറയുന്ന ഹൈ ഫ്രീക്വൻസിനെ എല്ലാം കപ്പിൾ ചെയ്ത് കഴിയും. ലോ ഫ്രീക്വൻസിയിൽ മാത്രമാണ് ഇതിന് ഇവിടെ ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഈ പോയിന്റിൽ ലെറ്റ് ദിസ് പോയിന്റ്, ഈ പോയിന്റ് V ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടണമെങ്കിൽ ലോ ഫ്രീക്വൻസി ആയിരിക്കണം. ഹൈ ഫ്രീക്വൻസി ഇൻപുട്ടിൽ വന്നു കഴിഞ്ഞാൽ അതിനെ മൊത്തം കപ്പിൾ ചെയ്ത് കളയും. ആ കപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് വളരെ സ്മോൾ ആയിരിക്കും. ആ സ്മോൾ സിഗ്നലിനെ ആയിരിക്കും ഇത് ആംപ്ലിഫൈ ചെയ്യുക. ദിസ് സർക്യൂട്ട്, ദിസ് ഓപ്പറേഷൻ ആംപ്ലിഫയർ ജസ്റ്റ് ആക്ട് ആസ് എ ആംപ്ലിഫയർ സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജിനെ തന്നെ ഇവിടെ വെച്ച് തന്നെ അത് കുറച്ച് കളയും. ഹൈ ഫ്രീക്വൻസിയിൽ, ലോ ഫ്രീക്വൻസിയിൽ മാത്രമാണ് ഇൻപുട്ട് വോൾട്ടേജ് ഈ ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് വരികയുള്ളൂ. ഓക്കെ, എങ്ങനെയാണ് ഈ സർക്യൂട്ട് ഒരു ഈ പോയിന്റ് ഓഫ് വ്യൂവിൽ LPF ആയിട്ട് ഇൻ ടേംസ് ഓഫ് വോൾട്ടേജിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുക? ഇപ്പോൾ VA എന്ന് പറഞ്ഞ പോയിന്റിൽ എന്താണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ VA ഈസ് ഈക്വൽ ടു ഇൻപുട്ട് വോൾട്ടേജ് ഇൻറ്റു ദിസ് resistance offered by this capacitor, that is we can simply known as XC, and XC has having a phase difference. So I just put J value, imaginary value അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഒരു ഫേസ് ഷിഫ്റ്റ് ഉണ്ട്, അത് കാരണമാണ് ഞാൻ J എന്ന് പറഞ്ഞ വാല്യൂ ഇട്ട്. then R plus JXC, where R is the resistance and XC is the റിയാക്റ്റൻസ് ഓഫേർഡ് ബൈ ദ കപ്പാസിറ്റൻസ്. ഇപ്പോൾ ഒരു റെസിസ്റ്റർ ആയിരുന്നെങ്കിൽ ഞാൻ എന്ത് ഇട്ടേനെ, ഇവിടെ ഒരു R1 എന്ന് പറഞ്ഞ വാല്യൂ ആണെങ്കിൽ R1 ഡിവൈഡഡ് ബൈ R പ്ലസ് R1 എന്ന് ഇട്ടേനെ. അതുപോലെ തന്നെ JXC. ഓക്കെ, ദിസ് ഈസ് ദി വോൾട്ടേജ് ഇൻ ദിസ് പോയിന്റ്. അപ്പോൾ വോൾട്ടേജ് ആ പോയിന്റിൽ അതായ കാരണം വേർ XC എന്ന് പറയുന്നത് റിയാക്റ്റൻസ് ഓഫേർഡ് ബൈ ദി കപ്പാസിറ്റർ ആണ്. ആൻഡ് ദ JXC ഈസ് ഈക്വൽ ടു 1/ωc. ദാറ്റ് മീൻസ് XC is inversely proportional to the frequency, angular frequency, where omega is the angular frequency. ഇത് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ സർക്യൂട്ട് പറയുമ്പോൾ കുറച്ചുകൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ദിസ് ഒമേഗ ഈസ് ആംഗുലർ ഫ്രീക്വൻസി ആൻഡ് C is the capacitance. അപ്പോൾ XC എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും when omega decrease. അത് നമ്മൾ പറഞ്ഞാണ്. കപ്പാസിറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഒമേഗ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആംഗുലർ ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ XC കുറയും അല്ലേ? അതുകൊണ്ടാണ് ഹൈ ഫ്രീക്വൻസിനെ XC വിൽ ബി വെരി മച്ച് ലെസർ ആയ കാരണമാണ് അത് കപ്പിൾ ചെയ്യുമെന്ന് പറയുന്നത്. ലോ ഫ്രീക്വൻസി ആണെങ്കിലോ ഫ്രീക്വൻസി കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ XC കൂടും. ഓക്കെ, സോ ദിസ് ഈസ് ദ സർക്യൂട്ട്. സോ ദ V in by VA എന്ന് പറയുന്നതാണ് അതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത്. വേർ VA is the ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ദിസ് LPF. VA എന്ന് പറയുന്ന LPFൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. സോ ദ ഗെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഇതിനകത്ത് സിംപ്ലി ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സോ ദ ഗെയിൻ ഈസ് ഈക്വൽ ടു V out എന്ന് പറയുന്നത് ഇവിടെ VA ആണ്. VA ഡിവൈഡഡ് ബൈ Vin ആണ്. സോ VA ബൈ Vin എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 1/Jωc
where jxc jxcക്ക് 1 by omega c എന്നാണ് പറയാ r plus 1 by j omega c. Okay, so simply when I reduce this thing, we will get 1 by 1 plus j omega rc is the gain. Okay, so I just want to find the modulus of the gain. ഇതിനകത്ത് ജെ എന്ന് പറയുന്ന ഒരു ഫേസ് ചേഞ്ച് ഒക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ റൂട്ട് സ്ക്വയർ വാല്യൂ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് റൂട്ട് ഓഫ് 1 by 1 square plus j square omega square r square c square എന്ന് കിട്ടും. So that is 1 plus omega square r square c square, where j square is minus 1, and I am not considering this minus sign, so just 1 plus omega c by omega the whole square എന്ന് കിട്ടും. Is the modulus of the gain, where omega is equal to 1 by rc. Omega is equal to 1 by rc value ആണ്. So 1 by r square c square നെ ഞാൻ 1 by rc square എന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് omega square എന്ന് കിട്ടും. Okay, so this will be the gain of the circuit. അപ്പോൾ gain of the circuit എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒമേഗ സി എന്ന് പറയുന്ന ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി ആണ്. ഒമേഗ സി ഇസ് ദി കട്ട് ഓഫ് ഫ്രീക്വൻസി. ഒരു ഫിൽറ്ററിന്റെ LPF-ന്റെ അല്ലെങ്കിൽ HPF-ന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസിയാണ് നമ്മൾ ഒമേഗ സി എന്ന് പറയുന്നത്. ദാറ്റ് വാല്യൂ ഈസ് 1 by RC. ഓക്കെ, സോ ഇതിൽ നിന്ന് വേറെ കട്ട് ഓഫ് ഫ്രീക്വൻസി ഇസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ ഇതിൽ നിന്നറിയാം ഒമേഗ എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിലാണ്. സോ ഒമേഗ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സർക്യൂട്ടിൽ ഒമേഗ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെയിൻ വിൽ ബി റെഡ്യൂസ്. ദിസ് ഈസ് നോട്ട് ഒമേഗ സി ഡിവൈഡഡ് ബൈ ഒമേഗ ഹോൾ സ്ക്വയർ. കാരണം 1 by RC എന്ന് പറയുന്നത് ഒമേഗ സി ആണ്. So omega c divided by omega the whole square എന്നാണ്. Okay, clear. So ഈ ഇക്വേഷനിൽ നിന്ന് ഗെയിൻ്റെ ഇക്വേഷൻ കിട്ടി. So whenever the omega value is increases, the gain will be reduces, because the denominator 1 by root of, ഇപ്പോൾ ഞാൻ വിചാരിക്കുക എൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 100 ഹെഡ്സ് ആണെന്ന് വിചാരിക്കുക. ഈ 1 by RCയുടെ വാല്യൂ 100 ഹെഡ്സ് ആണെന്ന് വിചാരിക്കുക. ഒമേഗ എന്ന് പറയുന്നത് ഒരു 10,000 ഹെഡ്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ 100 ഡിവൈഡഡ് ബൈ 10,000 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഗെയിൻ എന്ന് പറയുന്ന അപ്രോക്സിമേറ്റ്ലി നമുക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? 1 തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു വലിയൊരു ഫ്രീക്വൻസി ഒമേഗ എന്ന് പറയുന്ന ഒരു വലിയൊരു ഫ്രീക്വൻസി ആകുമ്പോൾ ഗെയിൻ വിൽ ബി ഓൾമോസ്റ്റ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയൊരു ഗെയിൻ ആയിട്ടാണ്. 1 എന്ന് പറയുന്നത് നമുക്ക് വളരെ നോമിനൽ ഗെയിൻ ആയിട്ടാണ് കിട്ടുന്നത്. അതായത് എന്താണോ ഇൻപുട്ട് വോൾട്ടേജ് അത് തന്നെയായിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ എൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒമേഗ സി എന്ന് പറയുന്നത് ഒരു 1000 ഹെഡ്സ് ആണ്. ഞാൻ ഇൻപുട്ടിൽ കിടക്കുന്നത് 10 ഹെഡ്സ് ആണെന്ന് വിചാരിക്കുക. സോ ദിസ് ഈസ് 1000 divided by 10, that is 100 square എന്ന് പറയുന്നത് 10,000 ആണ്. സോ റൂട്ട് ഓഫ് 10,000 എന്ന് പറയുന്നത് 100 ആണ്. 1 by 100 എന്ന് പറയുന്നത് 0.01. സോ ദി ഗെയിൻ വിൽ ബി റെഡ്യൂസ് ഇൻ 0.01 ടൈംസ്. ഓക്കെ, ക്ലിയർ. സോ അങ്ങനെയാണ് നമുക്ക് ഒമേഗ കൂടുമ്പോൾ ഇൻപുട്ട് ഫ്രീക്വൻസി കൂടുമ്പോൾ അതിൻ്റെ ഗെയിൻ കുറയുന്നത്. ക്ലിയർ? I hope you clear this one. Okay, this is simply
സിംപ്ലി ഒരു കപ്പാസിറ്ററും റെസിസ്റ്ററും ഉള്ള സർക്യൂട്ടാണ്. അപ്പോൾ ഇവിടുത്തെ ഗെയിൻ കുറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ ഗെയിൻ കുറയുകയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപുട്ടിൽ കൊടുക്കുന്ന സിഗ്നൽ കുറഞ്ഞു. ഇൻപുട്ടിൽ കൊടുക്കുന്ന സിഗ്നൽ കുറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജ് കുറയും. അപ്പോൾ ഇതിൻ്റെ ഫിൽറ്ററിങ് നടക്കുന്നത് ഈ സർക്യൂട്ടിൽ വെച്ച് തന്നെയാണ് ഇതിൻ്റെ ഫിൽറ്ററിങ് നടക്കുന്നത്. ഓക്കെ, ക്ലിയർ. ഇനി ഈ ഇൻവെർട്ടിംഗ് ലോ പാസ് ഫിൽറ്ററിൽ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. ഇൻവെർട്ടിംഗ് ലോ പാസ് ഫിൽറ്ററിൽ നമുക്കറിയാം ഈ ഫീഡ്ബാക്ക് എഫക്റ്റ് എന്ന് പറയുന്നത്, ടോട്ടൽ ഫീഡ്ബാക്ക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ XF ആയിട്ട് എടുക്കാം. R പാരലൽ XC ആണ്. where XC is the reactance offered by the capacitor, R is the resistance offered by this. അപ്പം ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇതിൻ്റെ ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -XF ഡിവൈഡഡ് ബൈ R1 ആണ് അല്ലേ? ഇതൊരു ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. സോ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് RF ഡിവൈഡഡ് ബൈ R1 ആണ്. -RF ഡിവൈഡഡ് ബൈ R1 ആണ്. ഇവിടുത്തെ RF എന്ന് പറയുന്നത് R പാരലൽ XC ആണ്. ഓക്കെ, സോ അപ്പം XC കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ XF ആണ്. XF ഫിസിക്കൽ R പാരലൽ XC. XF കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഗെയിൻ കൂടും. അപ്പോൾ XF കൂടണമെങ്കിൽ എന്താണ് സംഭവിക്കുക? XF കൂടണമെങ്കിൽ ഈ കപ്പാസിറ്ററിൻ്റെ റിയാക്റ്റൻസ് കൂടണം. കപ്പാസിറ്ററിൻ്റെ റിയാക്റ്റൻസ് കൂടണമെങ്കിൽ എന്താണ് സംഭവിക്കുക? ലോ ഫ്രീക്വൻസി ആയിരിക്കണം. ക്ലിയർ. അപ്പോൾ ലോ ഫ്രീക്വൻസിയിൽ ഈ വാല്യൂ, ഇതിൻ്റെ എഫക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് വളരെ വലിയൊരു വാല്യൂ ആയിരിക്കും. സോ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി ഹയർ. ഹയർ ഫ്രീക്വൻസിയിലോ ഈ കപ്പാസിറ്ററിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വളരെ ലെസ് ആയിരിക്കും. സോ യു വിൽ ഗെറ്റ് എ ലോ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. ക്ലിയർ. So this is about this inverting type low pass filter. Clear? Okay. Clear ആയെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, നിങ്ങളൊരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തോളൂ, അതിന് ശേഷം ഞാൻ വരാം. ഓക്കെ, ഫൈൻ.